മോഹ പ്രേമിൻ്റെ അനുതാപത്തിൻ്റെ 2 വരികൾ പാടി നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എന്നാഥിൻ തിരുമുമ്പിൽ ആത്മശരീരമനസ്സുകളാ ശോഭ കലർന്ന വിളക്കുകളാ ഞാൻ കത്തി പാറാകണമേ. ആത്മശരീരമനസ്സുകളാ എന്നോട് തിരുമുൽ കാഴ്ചകളെ തദസുദാശ്വാസ പ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. സ്വർഗസ്ഥ പിതാവേ മാനസശുദ്ധി വരുത്തണമേ. ദൈവസുതാവേ എന്നാത്മാവിനു വിശുദ്ധി വരുത്തണമേ. ആശ്വാസ പ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദ്വൈതമശേഷം കൃപയാലേ പരിപാവനമാക്കി. ഞങ്ങളെ അളവിലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രത്യാശയും വീണ്ടെടുപ്പുകാരനുമായ യേശുവേ, ശുദ്ധിമതിയായ അമ്മയുടെ ജനന പെരുന്നാളിൻ്റെ അവസാന ദിവസം ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവ കൃപയ്ക്കായി സ്തോത്രം. ആത്മ ശരീര മനസ്സുകളാകുന്ന ഞങ്ങളുടെ തിരുമുൾ കാഴ്ചകളെ തിരുസന്നതിയിൽ സമർപ്പിച്ച് അല്പസമയം അങ്ങയോട് ചേർന്നിരിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കണമേ. നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫലം കായ്ക്കുമെന്ന് കൽപ്പിച്ച കർത്താവേ, ഇനിയുള്ള സമയം നിന്നോട് ചേർന്ന് നിന്നിൽ വസിക്കുന്ന സമയമായി തീരാൻ ഞങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വർഗീയ സമാധാനത്തിൽ ഉറപ്പിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ബഹുമാനപ്പെട്ട അച്ഛ, ഈ ശുദ്ധിമതിയായ അമ്മയുടെ അനുഗ്രഹീത തിരുനാളിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സന്ധ്യാവന്ദനം. പ്രാർത്ഥനയെപ്പറ്റി വളരെയധികം നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ ഒരു ഡെഫിനിഷൻ എൻ്റെ മനസ്സിനെ വല്ലാതെ ലിങ്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നുകയാണ്. ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ ഗ്രന്ഥകർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്: Prayer is the bridge between human weakness and divine strength.
amazing. Prayer is the bridge between human weakness and divine strength. നമ്മുടെ ബലഹീനതയും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ്, ലിങ്കാണ് പ്രാർത്ഥന. മനുഷ്യ മനസ്സ് നിഷേധ വികാരങ്ങളുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, നേരം വെളുക്കുമ്പോൾ മുതൽ ജോലിയിലും കുടുംബജീവിതത്തിലും മീഡിയയിൽ നിന്നും നമ്മുടെ മനസ്സിൽ ഡംപ് ചെയ്യുന്ന മാലിന്യങ്ങൾ കുറച്ചൊന്നുമല്ല. അതവിടെ കിടക്കുകയാണ്. വളരെ പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുന്ന മാനസിക ആരോഗ്യത്തെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ നിഷേധ വികാരങ്ങളുടെ ഒരു വേസ്റ്റ് ബോക്സായി മനുഷ്യ മനസ്സ് മാറും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പുറമെയാണ് പ്രശ്നങ്ങൾ. രാഷ്ട്രീയത്തിൽ പ്രശ്നം, മതത്തിൽ പ്രശ്നം, സാമൂഹ്യ മേഖലകളിൽ പ്രശ്നം, അതെല്ലാം വലിയ പ്രശ്നം. വലിയ പ്രശ്നം നമ്മുടെ അകത്താണ്. നമ്മുടെ മനസ്സിൽ വികാരങ്ങളുടെ തേരോട്ടങ്ങൾ, ആവശ്യമില്ലാത്തതും ഒഴിവാക്കാവുന്നതുമായ മാലിന്യങ്ങളുടെ ഒരു വേസ്റ്റ് ബോക്സായി മനസ്സ് തീരുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടില്ല. ഈ ഒരു ആന്തരിക സംഘർഷങ്ങളുടെ, കോളിളക്കങ്ങളുടെ സഹനത്തിലാണ് മനുഷ്യൻ. പണ്ട് നമ്മളൊക്കെ ജീവിച്ചിരുന്ന നിഷ്കളങ്കമായ ഗ്രാമപ്രദേശങ്ങളും അതിൻ്റെ ആ ഒരു നന്മയും മനുഷ്യ മനസ്സുകളുടെ ഒരു ഉദാത്ത ഭാവങ്ങളുമൊക്കെ നഷ്ടപ്പെട്ടു. നമ്മളിന്ന് നേരിടുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമൊക്കെ സംഘർഷങ്ങളാണ്, പ്രൊവോക്കേഷൻസാണ്. ഈ മനസ്സിലെ മാലിന്യങ്ങൾ മുഴുവൻ കഴുകിക്കളയാൻ ഫാർമക്കോളജിയിൽ വരുന്നില്ല. ഈ ആന്തരിക കോളിളക്കങ്ങളും അസ്വസ്ഥതകളും ഒഴിവാക്കാനാണ് ആളുകൾ വലിയ ചിലവ് ചെയ്ത് എൻ്റർടൈൻ മിനിസ്ട്രി ഒരുക്കുന്ന പല മേഖലകളിലും ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. പക്ഷേ അന്തരംഗത്തിലെ മാലിന്യങ്ങൾ ഇത്ര കുമിഞ്ഞു കൂടിയിരിക്കുമ്പോൾ അവിടെ ഒന്ന് പോയാൽ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടില്ല. We need a spiritual Lord shedding. പ്രധാനമായിട്ട് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു വലിയ ആവർത്തിക്കുന്ന ഒരു പ്രമേയം, മാൻ നീർത്തോടുകൾ തേടുന്നത് പോലെ എൻ്റെ മനസ്സ് ദേവാലയത്തിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ദാവീദിന്റെ ജീവിതം വളരെ സ്ട്രെസ്ഫുള്ളായി. അദ്ദേഹം സൈന്യാധിപനാണ്, രാജാവാണ്, യുദ്ധങ്ങൾ നയിക്കണം. അങ്ങനെ 100 കൂട്ടങ്ങൾക്കിടയിൽ അദ്ദേഹം മറന്നു പോകാറുള്ള ഒരു കാര്യം ആത്മാവിൻ്റെ ദാഹമാണ്. ഈ ദാഹം വളരെ ശക്തമാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ദേവാലയത്തിലേക്ക് ഓടും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ദാഹത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ശരീരത്തിനും മനസ്സിനും വേണ്ടി ഈ സൂപ്പർ കൾച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റുകളുണ്ട്, നമ്മളെ വളരെ സാന്ത്വനിപ്പെടുത്തുന്ന എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അവിടെ ഒന്ന് പോയാൽ ആത്മാവിൻ്റെ ഭക്ഷണം, ആത്മാവിൻ്റെ ജലം, ദാഹം തീരില്ല. അതിന്
ഈ ഡിവൈൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ വരണം. ഇവിടെ വന്ന് ബാഹ്യലോകവുമായുള്ള ബന്ധത്തിൽ നിന്നകന്ന് ഉള്ളതും സമർപ്പിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ചൈതന്യപൂർണ്ണമാണ്. ആത്മാവിൻ്റെ ദാഹം തീരും. ദേവാലയത്തിൽ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളല്ല, നമ്മളല്ല, നമുക്കൊരുപാട് ഇമോഷണൽ റിസൈലൻസോടുകൂടിയാണ് നമ്മൾ പുറത്തു പോകുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. വളരെയധികം വ്യത്യാസപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 8 ദിവസം നമ്മുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് സമയം കടമെടുത്ത് നമ്മൾ ഇവിടെ വന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിനും വൈകാരികമായ ശുദ്ധീകരണത്തിനുമൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിനായി നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഞാൻ പറഞ്ഞു വന്നതുപോലെ പ്രാർത്ഥന നമ്മുടെ ബലഹീനതയും ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയും തമ്മിൽ ലിങ്ക് ചെയ്യപ്പെടുന്ന ഒരു മിസ്റ്റീരിയസ് പ്രോസസ് ടൈമാണ്. പ്രാർത്ഥനയ്ക്ക് മനുഷ്യ ചരിത്രത്തിൻ്റെ അത്രയും തന്നെ പഴക്കമുണ്ട്. പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വൈബ്രൻ്റായി നിലനിൽക്കുന്ന ഒരനുഭവമാണ്. പലപ്പോഴും ഓരോ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഓർക്കാറുള്ളത് എൻ്റെ മാതാപിതാക്കളെയാണ്. അവരുടെ മടിയിലിരുത്തി പ്രാർത്ഥനയുടെ ആദ്യാക്ഷരം പഠിപ്പിച്ച അവരെക്കാൾ ധന്യരായ ഗുരുക്കന്മാരൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാർ തിരുസുതരായി വരുവാൻ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ പ്രാർത്ഥനയിലും കുർബാനകളിലും ഓർക്കണം. നമുക്ക് മറക്കാൻ പറ്റില്ല. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റാൻ അവരൊക്കെ നമ്മളെ ഒരുപാട് സഹായിച്ചു. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിലിരുന്ന് നമ്മളെ ഹൃദയത്തിൽ വെച്ച് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന അമേസിംഗ്. അതിൻ്റെ ചൈതന്യമാണ് എന്ന് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ മക്കൾ വരും കാലങ്ങളിൽ കൊയ്യും. യേശുവിനോട് ആദ്യമായി ആരാണ് പ്രാർത്ഥിച്ചത്? പ്രത്യേകിച്ച് യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി ആരാണ് ആദ്യം പ്രാർത്ഥിച്ചത്? എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, മേരി മാതാവാണ് ആദ്യം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. 3 വാക്കുകളുടെ പ്രാർത്ഥനയായിരുന്നു. മോനെ, ഇവർക്ക് വീഞ്ഞില്ലല്ലോ. സച്ച് എ ഷോർട്ട് പ്രേയർ. മോനെ, ഇവർക്ക് വീഞ്ഞില്ലല്ലോ. ആ പ്രാർത്ഥന വളരെ അനുഗ്രഹങ്ങൾക്ക് കാരണമായി. കൽഭരണികൾ നിറഞ്ഞു, പാനപാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞു. വളരെ വലിയ അനുഭവങ്ങളായി കല്യാണ വീട്ടിൽ മാറി. ഈ പ്രാർത്ഥനയുടെ അനുബന്ധമായിട്ട് പിന്നെ ഒരുപാട് പേര് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് സുഖമാകണം, എൻ്റെ മകന് പ്രാണൻ തിരിച്ചു കിട്ടണം, ഒത്തിരി പ്രാർത്ഥന. പക്ഷെ അമ്മയാണ് പബ്ലിക് മിനിസ്ട്രിയിൽ ആദ്യം പ്രാർത്ഥന ഇനാഗുറേറ്റ് ചെയ്തത്. എഴുതപ്പെട്ട പ്രാർത്ഥനകൾ നമുക്ക് ഒരുപാടുണ്ട്. അത് ആരാധനയ്ക്കും സോഷ്യൽ വർഷിപ്പിനുമൊക്കെ അത് ആവശ്യമാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ അതല്ലാതെ എന്തുമാത്രമുണ്ട്. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗക്കിടക്കകളിൽ നമ്മൾ പലപ്പോഴും എഴുതപ്പെട്ട പ്രാർത്ഥനകളല്ല പ്രാർത്ഥിച്ചത്.
അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വന്ന സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് എക്സ്റ്റംപോർ പ്രെയറാണ്, സ്ട്രെസ്ഫുൾ പ്രെയറാണ്, അത് അമേസിങ് പ്രെയറാണ്. ഞാൻ പുറകോട്ട് മാറിയപ്പോൾ അവർ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛനറിയാലോ, എനിക്ക് പ്രായം വളരെ ചെറുപ്പമാണ്, എനിക്ക് ഈ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടണം, തീർച്ചയായിട്ടും രക്ഷപ്പെടണം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്ലീസ്. ഡോക്ടർമാരും പുരോഹിതരുമൊക്കെ ജീവിതത്തിൽ സംഘർഷങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. അങ്ങനെ പറഞ്ഞാൽ പോരാ. വീട് പണി തീർന്ന അതിലേക്ക് ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രതീക്ഷകളുള്ള അനുഗ്രഹങ്ങളുടെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇത് വന്നത്. അവരാഗ്രഹിക്കുന്നത് ആ രോഗത്തിൽ നിന്നുള്ള വിമുക്തി തീർച്ചയായും ഉണ്ടാകണമെന്നാണ്. അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടവക ഒന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, മാത്രമല്ല നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇത്രയും പേർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം കഴിയും. പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന പല ജീവിത സാഹചര്യങ്ങളിലും അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പ്രാർത്ഥന വളരെ സഹനപൂർണമായ അനുഭവങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കാം. ഓരോ ദിവസവും സ്വർഗത്തിലേക്ക് ചിറക് വിരിച്ച് പറക്കുന്നത് കോടിക്കണക്കിന് പ്രാർത്ഥനകളാണ്. ജസ്റ്റ് ഇമാജിൻ, എത്രയോ കോടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. എത്രയോ അമേസിംഗ് ആണല്ലേ. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എത്രയോ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തുമാത്രമാണ്. ഇന്ന് ശേഷിക്കുന്ന സമയത്ത് 3000-ഓളം വർഷം പഴക്കമുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തെക്കേ ദേശമായ ഇസ്രായേലിൽ BC 930 നിലനിന്നിരുന്ന യൂദ ഗോത്രത്തിലെ ഒരംഗം ചൊല്ലിയ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത്ര പഴക്കമുള്ളൊരു പ്രാർത്ഥന ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ബൈബിളാണ്. ബൈബിൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ മ്യൂസിയമാണ്. ബൈബിൾ നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അനേകരുടെ പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടുക എന്നുള്ളതാണ്. ദൈവത്തോട് ആ പ്രാർത്ഥന ചൊല്ലുക എന്നതാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയത് യാബേസ് എന്ന് പറഞ്ഞ ഒരു ദൈവഭക്തനാണ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ആണ് അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രാർത്ഥന. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. വംശാവലിയുടെ വിവരണത്തിനിടയിൽ കാണപ്പെടുന്ന ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനും ദിവ്യ സാന്നിധ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിയത് യാബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അദ്ദേഹത്തിന് ഈ പേരിട്ടത്.
അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? യാബേസിൻ്റെ ജീവിതം ഗർഭധാരണ സമയവും പ്രസവവും ഒക്കെ വളരെ ചലഞ്ചിങ് ആയിരുന്നു, വളരെ വേദനാപൂർണമായിരുന്നു. അതുകൊണ്ട് ജനിച്ച കുഞ്ഞിന് ദുഃഖമുണ്ടാക്കുന്നവൻ, സോറോ, ഡിസ്ട്രസ് എന്നർത്ഥമുള്ള യാബേസ് എന്ന് പേരിട്ടു. ഏലി പുരോഹിതന്റെ മരുമകളും ഇതുപോലെ ഒരു കുഞ്ഞിന് പേരിട്ടതിനെ കുറിച്ച് നമ്മുടെ പഴയ നിയമത്തിലുണ്ട്. ഏലി പുരോഹിതന്റെ മകൻ ഫിനഹാസിന്റെ ഭാര്യയാണ് തൻ്റെ ഭർത്താവും അമ്മായിയപ്പനായ പുരോഹിതനും യുദ്ധത്തിൽ മരിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രസവിച്ച കുഞ്ഞിന് അവൾ പേരിട്ടു ഈഖാബോദ്. അതിൻ്റെ അർത്ഥം മഹത്വം നഷ്ടമായി എന്നാണ്. ആ പേരിട്ടു ജീവിതത്തിൽ നിന്ന് അവൾ വിശ്രമിച്ചു. അപ്പോൾ പലരും ഇങ്ങനെ സംഘർഷങ്ങളിൽ നിന്ന് പലപ്പോഴും പേരിടാം. ജോസഫിനെ നമുക്ക് പരിചയമില്ലേ? മനശ്ശെ, അദ്ദേഹം വിട്ട പേര്. യു ഫോർഗെറ്റ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ജീവിതം മുഴുവൻ കഷ്ടപൂർണമായിരുന്നു. ചേട്ടന്മാർ എതിർത്തു, പൊട്ടക്കുഴിയിലെറിഞ്ഞു, കാരാഗ്രഹത്തിൽ ചെന്നു. സച്ച് എ ഡിസ്ട്രസ് ലൈഫ്. പക്ഷേ മകനെ, നീ ഇതൊക്കെ മറക്കണം. ദൈവം അതൊക്കെ നീക്കിക്കളഞ്ഞു. ദൈവം ആ കഷ്ടകാലങ്ങളെല്ലാം പോയി. അതുകൊണ്ട് മനസ്സേ എന്ന പേര് പുത്രന് കൊടുത്ത് അതെല്ലാം മാറി. നമ്മളും ഒരു മനുഷ്യയുടെ അനുഭവത്തിലൂടെ കടന്നു പോകും. കഴിഞ്ഞ കാലത്തിൻ്റെ മുഴുവൻ ദുരന്ത സ്മരണകളും പ്രതികാര ചിന്തകളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കരുത്. അതൊരു സഹനമാണ്. നമുക്കൊക്കെ വേണ്ടത് ഒരു ഇമോഷണൽ റെസൈലൻസ് ആണ്. എന്തിനാണ് ഈ ഭാരങ്ങളൊക്കെ ചുമക്കുന്നത്? ജോസഫ് ചിന്തിച്ചു, എനിക്കൊരുപാട് മുറിവുകളേറ്റു, പക്ഷേ ഇന്ന് ആരും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അത്യുന്നത സ്ഥാനത്ത് ദൈവം എന്നെ എത്തിച്ചു. എന്നെ നശിപ്പിക്കാൻ ഒത്തിരി പേര് നോക്കി. പക്ഷേ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പുത്രന് മനശ്ശെ എന്ന പേരിട്ട് യു ഫോർഗെറ്റ് എവറിഥിങ്. ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് ഒരുപാട് മുറിവുകൾ നമ്മൾ ഏറ്റിട്ടുണ്ടാകും, ജോലിയിൽ, കുടുംബജീവിതത്തിൽ. പക്ഷേ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി. ലോർഡ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഐ സബ്മിറ്റ് ഓൾ ദി വൂണ്ട്സ് ഇൻ യുവർ ഹാർട്ട്. എങ്കിലേ നമുക്ക് പിറ്റേ ദിവസം വളരെ ഒരു ഉത്സാഹത്തോടു കൂടി ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. എന്തുമാത്രം നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ വഹിക്കുന്നത്, എന്തുമാത്രം പ്രതികാര ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുക? നമ്മൾ കിടക്കുന്ന കട്ടിലിനടിയിൽ വളരെ വിഷമുള്ളൊരു സർപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ? കിടക്കാൻ പറ്റില്ല. അതേസമയം എത്രമാത്രം ടോക്സിക് തോട്ട്സാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. കുരിശിന്റെ ചുവട്ടിൽ ഇറക്കി വെക്കണം. മുറിവേൽപ്പിച്ചവര്, മുറിവുണ്ടാക്കിയവർ ഒരുപാടുണ്ട്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഹാൻഡ് ഓവർ ഓൾ ബർഡൻസ് ടു ഗോഡ്. പറഞ്ഞു വന്നത് യാബേസിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർപരപ്പുകളെ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം
എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. Jabez called on the God of Israel, saying, O Lord, you would bless me indeed, and enlarge my territory, and that your hand might be with me, and that you would keep me from evil, so that it does not grieve me. And God granted him what he requested. ചെറിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പഴയ കാലഘട്ടങ്ങളിൽ അനേകം ദൈവഭക്തർ അവരുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫയലിൽ ചേർത്ത് ചൊല്ലാറുണ്ട് എന്നാണ്. ആവർത്തന വിരസത ക്ഷമിക്കണമേ, ഞാൻ ആ പ്രാർത്ഥന ഒന്നുകൂടി ചൊല്ലുകയാണ്. ദൈവമേ, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്തരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഈ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ആവശ്യം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. ഫസ്റ്റ് റിക്വസ്റ്റ്, ഗോഡ് ബ്ലെസ് മീ. നമ്മുടെ കുർബാനയിൽ ഇത് വളരെ പ്രാവശ്യം ആവർത്തിക്കുന്നു. അനുഗ്രഹിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ വിതരണമാണ്. ആശീർവാദത്തിൽ അച്ഛൻ നൽകുന്നതും ഈ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുമതിയെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനന്തമാണ്. എന്തെല്ലാം അനുഗ്രഹമാണ് യാബേസ് ആവശ്യപ്പെട്ടതെന്ന് ഈ വേദഭാഗത്ത് വ്യക്തമാക്കുന്നില്ല. തൻ്റെ ജീവിതത്തെ മുഴുവനും അനുഗ്രഹിക്കണമേ എന്നായിരിക്കാം. ജീവിതത്തിൽ നിന്ന് നാശനഷ്ടങ്ങളും ദുരന്തങ്ങളും മാറ്റിത്തരണമേ എന്നൊക്കെ ആയിരിക്കാം നമ്മുടെ പ്രാർത്ഥന തന്നെ. ദൈവമേ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കും, എൻ്റെ മക്കളെ അനുഗ്രഹിക്കും, എൻ്റെ തലമുറയെ അനുഗ്രഹിക്കും. ആ പ്രാർത്ഥനയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കസ്റ്റമേഴ്സ് എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയാത്ത ഒരു വലിയ ഓൺലൈൻ സ്റ്റോറാണല്ലോ ആമസോൺ. പക്ഷെ അവരുടെ കയ്യിലുമില്ലാത്ത ചില പ്രോഡക്ട്സ് ഉണ്ട്. അത് ഭൂമിയും ഗാലക്സിയും സ്വന്തമായ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ സ്റ്റോറുകളിൽ കിട്ടാത്ത അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരമായ സിദ്ധികൾ ദൈവസന്നിധിയിലുണ്ട്. ആഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാക്കി തീർക്കുന്നവനാണ് ദൈവം. ഇതൊരു അമേസിംഗ് ആയില്ലേ? നമ്മുടെ എന്തുമാത്രം ആഗ്രഹങ്ങളെയാണ് ദൈവം അനുഗ്രഹങ്ങളാക്കി തീർക്കുന്നത്. നമ്മുടെ ചില ആഗ്രഹമായിരുന്നല്ലോ ഈ ദേശത്ത് വരണമെന്ന്, അത് അനുഗ്രഹമാക്കി തീർത്തു. 41-ാം സങ്കീർത്തനത്തിലും യോവേൽ പ്രവചനത്തിലും അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് യാത്രയാക്കുമ്പോഴും ദൈവം 7 അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വിലപിടിപ്പുള്ള അനുഗ്രഹങ്ങളാണ്. 7 അനുഗ്രഹങ്ങൾ. ഒരുപക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ കംപ്രസ് ചെയ്ത 7 ഇൻഡെക്സ് ആയിരിക്കണം അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിതാണ്: 1, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. 2, ഐ വിൽ ബ്ലെസ് യു. 3, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. 4, യു വിൽ ബി എ ബ്ലെസ്സിംഗ്.
Fifth, I will bless those who will bless you. Sixth, whoever curses you, I will curse them. Last one, everyone on earth will be blessed through you. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എന്തൊരു വിസ്മയമാണ് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അമേസിങ്, ആർക്കും പറയാൻ പറ്റാത്തതാണ്. അത് ഈ അനുഗ്രഹങ്ങളെല്ലാം സൗജന്യമാണ്. ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. ദൈവത്തിലുള്ള ആശ്രയബോധവും ആത്മബന്ധവും വ്യക്തമാക്കുന്നതാണ് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. യാബേസിന്റെ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ആവശ്യം, എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്നായി. അതിരുകൾ വിസ്തൃതമാക്കണമേ. ലോർഡ് കൈൻഡ്ലി എക്സ്റ്റെൻഡ് മൈ ടെറിട്ടറി. അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വത്ത് വർദ്ധിപ്പിക്കണമേ എന്നൊന്നും ആയിരിക്കണമെന്നില്ല ആ പ്രാർത്ഥന. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചത്, ദൈവമേ എനിക്ക് നൽകിയ കഴിവുകൾ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണം. ഇല്ലേ, നമുക്കൊരുപാട് ടാലൻസ് ഉണ്ട്, ദൈവം നൽകിയതാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഒരു വേദി വേണം, അത് കേൾക്കാൻ ഒരാളുകൾ വേണം. ഇത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ നാട്ടിലെ അനശ്വര ഗായകനാണ് യേശുദാസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അത്രയും സിദ്ധിയുള്ള എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള എത്രയോ സംഗീതജ്ഞർ. പക്ഷെ അവർക്കൊന്നും അദ്ദേഹത്തെ പോലൊരു വേദിയിൽ വരാനും മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനും കഴിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു കഴിവാണ്. തന്ന ടാലന്റുകൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടാകുക. പരിമിതികളുടെ മതിൽക്കെട്ടുകൾ പൊളിച്ച് വിശാലതയിലേക്ക് എന്നെ നടത്തണമെന്നായിരിക്കാം യാബേസ്. ചിലരുടെ മനസ്സ് നമുക്കറിയാം, വളരെ സങ്കുചിതമാണ്, വളരെ സങ്കുചിതമാണ്. അതിൻ്റെ അകത്ത് നിന്ന് അവർ ചിന്തിക്കും, അതിൻ്റെ അകത്ത് നിന്ന് അവർ ലോകത്തെ കാണും. അതുകൊണ്ട് അവർക്കും മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകാം. ദാവീദ് ഒരിക്കൽ സങ്കീർത്തനത്തിൽ, നീ എൻ്റെ വിശാലതയിലേക്ക് നടത്തി. ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഒരു വിശാല ഹൃദയമുണ്ടാകുക. An accommodative mind. That's the gift of God. ചിലരുടെ മനസ്സിൽ ആർക്കും സ്ഥാനമില്ലാത്തവരാണ്. വ്യക്തിത്വത്തെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി എന്നാണ്. ഞാൻ, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, എൻ്റെ എൻജോയ്മെന്റ്, ദാറ്റ്സ് മൈ ലൈഫ്. ജീവിത പങ്കാളി, മക്കൾ, മറ്റുള്ളവരൊന്നും അവർക്ക് പ്രശ്നമില്ല. വിശാലതയിലേക്ക് നടത്തുന്ന ദൈവം ജ്ഞാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിരുകൾ വർദ്ധിപ്പിക്കാനായിരിക്കുകയാണ് യാബേസ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. നമുക്കിപ്പോൾ പ്രായമായി, ഇനി എൻ്റെ മനസ്സ് ഒരിക്കലും മാറില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും ഒരു വലിയ ഹൃദയം. ചെമ്മാച്ചനായിരുന്നപ്പോൾ ഞാൻ ഒരു അച്ഛനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പാഷനിലേക്ക് പോയി. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ അന്ന് കിടന്നത്. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കരയുകയാണ്. കരയുന്ന പ്രാർത്ഥന കഴിഞ്ഞ് കരയുന്ന അച്ഛനോട് എന്താണെന്ന് ചോദിക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഫ്രിക്കയിലെ നിക്കരഗോയിലെ പട്ടിണി കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ ചാവും. എന്ത് കഷ്ടം വെച്ചാൽ വെള്ളം കുടിക്കാൻ കിട്ടാതെ, ഭക്ഷണമില്ല,
കുട്ടികൾ മരിച്ചു കിടക്കുന്നതിൻ്റെ പടം and he is crying. എന്തൊരു വലിയ മനസ്സാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. ഹൃദയം വളർന്ന് ആഫ്രിക്ക അതുപോലെ ഉൾക്കൊണ്ടൊരു വലിയ മനസ്സ്. നമ്മുടെ പ്രാർത്ഥനയിൽ എത്രമാത്രം ഒരു വിശാലമായ ഒരു ഹൃദയം നമുക്ക് തരാൻ പ്രാർത്ഥിക്കണം. എല്ലാം സഹനങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന യാബേസ് പ്രാർത്ഥിച്ചു. മൂന്നാമത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വന്നത്, നിന്റെ കരങ്ങൾ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. ലോർഡ്, യുവർ മൈറ്റി ഹാൻഡ് ബി വിത്ത് മീ. വലിയ വലിയ ചോദ്യങ്ങളെ ചോദിച്ച് പ്രാർത്ഥന ചെറുതാണെന്ന് തോന്നിയാലും നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ he was an amazing person. ഈ പ്രാർത്ഥന ഒരു സറണ്ടറിങ് പ്രേയറാണ്. എന്താണ് സറണ്ടറിങ് പ്രേയർ എന്ന് പറയാനുള്ളത്? ദൈവമേ, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എനിക്കൊന്നും കഴിയില്ല ദൈവമേ, നിന്റെ കരങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ I cannot do anything. അതാണ് സറണ്ടർ എന്ന് പറയാം. അമ്മ പറഞ്ഞല്ലോ, ഞാനൊരു കർത്താവിൻ്റെ ദാസ്യപ്പെട്ട, ഞാൻ കൊടുത്തു എൻ്റെ ശരീരം, ഞാൻ കൊടുത്തു എൻ്റെ ജീവിതം, പക്ഷേ ദൈവത്തിൻ്റെ കൃപ മാത്രം. നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ എൻ്റെ മക്കളോട് കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവനോട് കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവനോട് കൂടെ ഉണ്ടായിരിക്കണം. അനുദിനം വഴി നടത്തുവാൻ ദൈവമേ, നിന്റെ കരങ്ങൾ ഉണ്ടായിരിക്കണം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചു. അവനവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. മോശം ക്രിസ്ത്യൻ, എന്നെ തന്നെ വിടരുത്, നീ കൂടെ. ശലോമോൻ പ്രാർത്ഥിച്ച് വളരെയധികം നേട്ടമുണ്ടാക്കിയ മനുഷ്യനാണ്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരേണമേ, അല്ലാതെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ആ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കി തീർന്നത്. ഞങ്ങളിടയന്മാർ ഓരോ പ്രാവശ്യവും ഈ മദ്ബഹായുടെ പടികൾ ചവിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട വിനയാന്വിതമായ പ്രാർത്ഥനയാണ്. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ തിയോളജി ജ്ഞാനം കൊണ്ടോ ഒന്നും നടക്കില്ല. ദൈവമേ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം, നിന്റെ അത്ഭുതകരമായ ഗ്രേസ് എനിക്കുണ്ടാകും, എങ്ങനെ എൻ്റെ മിനിസ്ട്രി സക്സസ്ഫുൾ ആണ്. സറണ്ടർ. യാബേസ് പറഞ്ഞു, നിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ പറയണം, പേരന്റിങ്ങിലെ ചലഞ്ചസ് ഒക്കെ നേരിടുമ്പോൾ, ലോർഡ് ഐ ട്രസ്റ്റ് ഇൻ യു, ലീഡ് മീ. യാബേസിന്റെ പ്രാർത്ഥന. ശലോമോൻ പിന്നീട് എഴുതി സദൃശവാക്യം 3-ാം അധ്യായത്തിൽ എഴുതി, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നമ്മുടെ യുക്തിയിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ പദ്ധതിയിൽ, നമ്മുടെ ജ്ഞാനത്തിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻപുട്ടിൽ, ബാങ്ക് ബാലൻസിൽ എന്തെങ്കിലും ചെയ്യാനും നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിതം വളരെ മിശ്രങ്ങളാവുകയാണ്. യാബേസ് പ്രാർത്ഥിച്ചു, നിന്റെ കരങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും.
നാലാമതും ഒടുവിലും അദ്ദേഹം പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? ദൈവമേ, എനിക്ക് അനർത്ഥം വ്യസന കാരണമാകാതെ കാത്തു. Keep me from all troubles of pain. തനിക്ക് അമ്മ നൽകിയ പേര് ദുഃഖമെന്നാണ്. അതെൻ്റെ ജീവിതത്തിലുണ്ടാവരുത്. അത് അറമ്പറ്റി പോകരുത്. എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളെ മാറ്റി പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഒരു ഇൻസൈറ്റുള്ള പ്രയറാണ്. നമ്മുടെ ദിവസം ചിന്തയാണ്. ജീവിതത്തിൽ എന്തുമാത്രം അനർത്ഥങ്ങൾ ഈ പ്രാർത്ഥന മൂലം മാറിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമുക്ക് വല്ലപ്പോഴൊക്കെ വന്ന ഒരു അനർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനെ അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയ അപകടങ്ങളും ദുഷ്ടന്റെ പ്രവർത്തനങ്ങളും എത്രയാണെന്ന് നമുക്കിങ്ങനെ അറിയാം. രാവിലെ എഴുന്നേറ്റ് കാറ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്നും പോയി തിരിച്ചു വീട്ടിൽ വരുമ്പോൾ നമ്മളെന്താണ് ചിന്തിക്കുന്നത്? ഡെയിലി ആക്ടിവിറ്റീസ്. പക്ഷേ ആ യാത്രയുടെ വഴികളിൽ സുരക്ഷിതമായ ദിവ്യപരിപാലനം ഉണ്ടായിരുന്നു. വീട്ടിലെത്താൻ അമേസിംഗ് ഗ്രേസ് വാസ് വിത്ത് us. ആരാ ചിന്തിക്കുന്നത്? സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോഴും സ്റ്റിയറിംഗിൽ നിന്ന് കൈവിടുമ്പോഴും നമ്മൾ ഓർക്കണം, അനേകം സാധ്യതകളുടെ ഇടയിലൂടെയാണ് നമ്മൾ പ്രയാണിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹകരമായി തിരിച്ചു. യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, എൻ്റെ അതിർ വിസ്താരമാക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, അനർത്ഥം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാതെ നീ എന്നെ കാക്കണം. പോരെ? It's a holistic prayer. ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ മതി. എന്തുമാത്രം സമർപ്പണമുള്ള ഒരു പ്രാർത്ഥനയാണ്. യാബേസ് prayed, God bless me, expand my territory, guide my path, protect me from harm. ഈ പ്രാർത്ഥന നമുക്ക് എല്ലാ പ്രൊട്ടക്ഷൻ തരും. ഞാനൊരു ജീവിതഗന്ധിയായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ഒരു ഓങ്കോളജിസ്റ്റ്, നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ലോകപ്രസിദ്ധനായ ക്യാൻസർ രോഗ ചികിത്സകനാണ്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസിന് വേണ്ടി അതിനുള്ള എക്യുപ്മെൻസും പവർ പോയിന്റും ഒക്കെ ആയിട്ട് ഇറങ്ങി. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ മൂലം പ്ലെയിൻ നിർബന്ധമായി അടുത്ത എയർപോർട്ടിൽ ഇറക്കേണ്ടി വന്നു. അയാൾ വളരെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. ഒരു ടാക്സി വിളിച്ച് വളരെ ദൂരമൊത്തേക്കാണെങ്കിലും പോകാനായിട്ട് തീരുമാനിച്ചു. സോ ഡിറ്റർമൈൻഡ്. എന്നാൽ ഈ കാറിങ്ങനെ കുറേ പോയി കഴിഞ്ഞ് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള കാലാവസ്ഥയിൽ ഒടുവിൽ ചെന്ന് നിന്നത് ഒരു ഇടവഴിയിൽ ഡെഡ് എൻഡിലാണ്. പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ടാക്സിക്കാരൻ പറഞ്ഞു പോകാൻ പറ്റില്ല സാർ, ഇമ്പോസിബിൾ. സന്ധ്യയായി, മൂടൽമഞ്ഞായി, അപകടമാണ്. പിന്നെ പരിപാടി മുടങ്ങിയെന്ന് മാത്രമല്ല, ഈ രാത്രി എന്ത് ചെയ്യും? അപ്പോൾ അവിടെ അടുത്തൊരു വീട്, മിന്നി തിളങ്ങുന്ന വെളിച്ചമുള്ള ഒരു വീട്. ആ വാതിൽക്കൽ മുട്ടി. ഡോക്ടർ പറഞ്ഞു,
ഞാനിങ്ങനെ യാത്രയിൽ എൻ്റെ യാത്ര തുടങ്ങി. ഇവിടെ മുമ്പോട്ട് പോകാൻ നിർത്തിയില്ല. രാത്രി എങ്ങനെയും കഴിച്ചു കൂട്ടാൻ ആ കുർബാനയിൽ നിന്ന് തീരരുതേ എന്ന് മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചു പോയി. കാരണം അത്രമാത്രം ഒരു മനോഹരമായ പള്ളിയിൽ വന്ന് കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഒരു ശാന്തതയും അച്ഛൻ്റെ ശാന്തമായ ഭാഷയിൽ ഓരോ വാക്കുകളും എടുത്ത് അത് പറയുമ്പോൾ ഈ കുർബാനയിൽ അവസാനിക്കരുത് എന്നല്ലേ എൻ്റെ മനസ്സാഗ്രഹിച്ചത്. അത്രമാത്രം മനോഹരമായ അനുഭവമാണെന്ന് അച്ഛനോട് ആയിരുന്നപ്പോൾ കിട്ടിയത്. ദൈവവചനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ അനേകം നല്ല അനുഭവങ്ങൾ പങ്കുവച്ചു ദൈവവചനം മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ദൈവം അച്ഛന് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നാളെയും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഈ 8 നോമ്പിൻ്റെ 7 ദിവസങ്ങളും വളരെ അനുഗ്രഹമായിരുന്നു. മനോഹരമായ കൊയറും ഈ ഇടവക ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഒത്തിരി ചെറുപ്പക്കാരായിട്ടുള്ളവരും പ്രായം ചെന്ന ആളുകളൊക്കെ അവരുടെ എല്ലാം മറന്ന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ഈ പള്ളിയെ കരുതുകയും അതുപോലെ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അതൊരു ഇടവയെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിന്ന് അട്ടഹസിച്ച് ഒരേ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ദൈവവചനം പറയുന്ന ഒരു ശൈലിയോട് ഞാൻ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ ശൈലി അല്ലെങ്കിൽ ഒരു ശാന്തമായിട്ട് നിന്ന് ദൈവവചനം പറയുമ്പോൾ അത് മനസ്സിനെ കീഴടക്കുന്ന ഒരു അനുഭവത്തിലോട്ട് വരുന്നു. അപ്പോൾ ഈ ഇടവക ഈ നോമ്പിൻ്റെ അവസാന ദിവസത്തോട് നാളെ വരികയാണ്. 8 ദിവസവും വളരെ അനുഭവമായിട്ട് തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും കാവലും ഇടവയിലെ ഓരോ കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഇവിടെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ രാവിലെ നാളത്തെ വിശുദ്ധ 8:15 തുടങ്ങും. വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുന്നത് അഭിയന്ത പിതാവായ സിൽവാനോസ് തിരുമേനിയാണ്. തിരുമേനി വളരെ സ്നേഹമുള്ള നല്ലൊരു ഇടവയോടും ഒത്തിരി സ്നേഹവും കരുതലുള്ള ഒരു തിരുമേനിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും വരിക, ഒന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഈ വിശുദ്ധ വലിയ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷപൂർവ്വവും പ്രാർത്ഥനാപൂർവ്വവും കൊണ്ടാടാം. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും വന്ന് ഇടവകയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സഹോദരി സഭകളിൽ നിന്നെല്ലാം ഒത്തിരി കുടുംബങ്ങളോട് സന്തോഷത്തോടെ വന്ന് ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ദൈവവചനമൊക്കെ കേൾക്കുകയും ചെയ്തു. ഈ ഇടവക ഒരു കാരണഭൂതമായെന്ന് മാത്രം നമുക്കറിയാം. കാരണം ഈ ദേശത്തിൻ്റെ ഇടവക ഒരു അനുഗ്രഹമായിട്ട് വളരുവാനൊക്കെ ഒരു കാരണമാണ്. അപ്പോൾ നാളെ അവസാനത്തെ ദിവസം പെരുന്നാളായി നാം കൊണ്ടാടുമ്പോൾ പ്രാർത്ഥിച്ചും ഉപവാസം എടുത്തും വന്ന് എല്ലാ കുടുംബങ്ങളും വന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകാനായിട്ട് നമുക്കൊരുങ്ങാം. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിക്കും.